ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവരുടെ കള്ളത്തരങ്ങൾ ഏത് വഴിയിലൂടെയാണെന്ന് ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? ഓണക്കിറ്റ് വിതരണം വരുന്നു. എന്റെ കാൽമാസം മുത്തപ്പ, ഇന്നത്തെ കാലത്ത് പെൻഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരുത്തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നിരിക്കെ ഇവരെന്തുകൊണ്ടാണ് ഈ പൈസ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാത്തത്? അത് പോയിന്റ്. 1000 രൂപയുടെ കിറ്റില് 500 രൂപയുടെ സാധനം കുത്തി നിറച്ച് ബാക്കി 500 കക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ അതിന് കിടക്കുന്നു. അത് കാര്യം ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കുന്ന കള്ളത്തരം. ആകെ മുഷ്ണി നാറിയിരിക്കും. ഇനി എന്തു നോക്കാൻ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷി കോവിഡ് സമയത്ത് കേരളത്തിൽ ഏലത്തിന്റെ എക്സ്പോർട്ടിംഗ് ഇല്ലാതെ കെട്ടിക്കിടക്കുന്നു. അഖിലെ ഹ്യൂജ് ഏലമുണ്ട്. അഖിലിന് പുറത്ത് ഏതെങ്കിലും ടീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏലം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 250-300 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴും ഏലം നമുക്ക് മേടിക്കാം. എന്നിട്ട് പുള്ളി പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് വയ്ക്കുന്നു, റോഷി അഗസ്റ്റിനെ കണക്ട് ചെയ്യാൻ വല്ല പരിചയം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഇത് ഞാൻ എന്റെ വേറെ സുഹൃത്തിനോട് ഈ ഏലത്തിന്റെ കച്ചവടം വന്നപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു. എനിക്കൊരു സുഹൃത്ത് ഒരു പത്രവാർത്ത അയച്ചു തരുന്നു, ഇത്തവണ ഓണക്കിറ്റിൽ ഏലക്കയും മന്ത്രി